നമസ്കാരം. കേരളം ഭരണവും ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങൾ എന്നീ ഭാഗത്ത് വരുന്ന ഒരു SCERT ചാപ്റ്ററാണ് പൊതുഭരണം. ഇത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെ 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ആദ്യം തന്നെ ഇത് വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ട ഒരു അപേക്ഷയാണിത്. ഇതിൽ നോക്കൂ, പ്രേഷിതൻ, സ്വീകർത്താവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാനുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമം 2005 പ്രകാരം താങ്കളുടെ വിദ്യാലയത്തിലെ സ്കൂൾ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്കുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിദ്യാലയത്തിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവർത്തന സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെ? 2 ലൈബ്രറിക്ക് പ്രത്യേക ചുമതലക്കാരനുണ്ടോ? 3 സ്കൂൾ ലൈബ്രറിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം എത്ര പുസ്തകങ്ങളുണ്ട്? 4 സ്കൂൾ ലൈബ്രറിയിൽ വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം? അപ്പോൾ വിവരാവകാശ നിയമം അടിസ്ഥാനമാക്കി സമർപ്പിക്കപ്പെട്ട അപേക്ഷയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. സ്കൂളിൻ്റെ പ്രധാന ചുമതല കുട്ടികൾക്ക് മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുക എന്നതാണ്. സ്കൂൾ ലൈബ്രറികൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂളുകൾ പോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളും അവ നിർവഹിക്കുന്ന ചുമതലകളും താഴെ തന്നിരിക്കുന്നു. സ്ഥാപനങ്ങൾ: പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ചുമതലകൾ: ചികിത്സാ സൗകര്യം ഒരുക്കുന്നു. കൃഷിഭവൻ: കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. പോലീസ് സ്റ്റേഷൻ: ക്രമസമാധാനം പാലിക്കുന്നു. ഓരോ സ്ഥാപനവും വ്യത്യസ്തമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് രൂപ നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ചുമതല. അപ്പോൾ പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അവിടെ ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഗ്ലാഡൻ. പൊതുഭരണത്തെ വിശകലനം ചെയ്ത പാശ്ചാത്യ ചിന്തകനായ ഗ്ലാഡൻ്റെ നിർവചനമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കാം. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന ആരുടെ വാക്കുകളാണ്? ഗ്ലാഡൻ്റെ വാക്കുകളാണിത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇതിൽ നിന്നും പൊതുഭരണത്തിൻ്റെ പ്രധാന മേഖല ഗവൺമെൻറ് ഭരണമാണെന്ന് മനസ്സിലാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണമെന്ന് പറയുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റുകൾക്ക് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ പൊതുഭരണത്തിൻ്റെ ചരിത്രവും ആരംഭിക്കുന്നു. ഭരണരീതിക്കനുസരിച്ച് പൊതുഭരണത്തിലും വ്യത്യാസങ്ങൾ കാണാം. രാജഭരണകാലത്ത് രാജാവിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു പൊതുഭരണത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങളാണ് പ്രധാനം. ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവുമായത് പൊതുഭരണ സംവിധാനത്തിലൂടെയാണ്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. ഇതിൽ കൊളാഷ് പോലെ കൊടുത്തിട്ടുണ്ട് വാർത്തക്കെട്ട്. ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷൻ. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകം. 2020 എല്ലാവർക്കും പാർപ്പിടം. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചില സേവനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനക്ഷേമം ഉറപ്പാക്കാനുമാണ് പൊതുഭരണത്തിലൂടെ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം പദസൂര്യന് നിരീക്ഷിക്കും. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന്. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രാധാന്യത്തിൽ പെടാത്തത് എന്ന് ഏതൊക്കെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചിലപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 1 ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ വാക്കുകൾ നൽകുന്ന സന്ദേശം എന്താണ്? ഭരണത്തിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഗാന്ധിജിയുടെ വാക്കുകളാണ്: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇതാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. അപ്പോൾ ഇത് കൊടുത്തിട്ടും ചോദിക്കാം ഈ വാക്കുകൾ ആരുടെയാണെന്ന്. അപ്പോൾ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. എന്നാൽ കൂടുതൽ പരിഗണനയും പരിരക്ഷയും വേണ്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊതുഭരണം അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയം ഇന്ത്യയിലെ പൊതുഭരണ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഇതിൻ്റെ പരിണതഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയത്. അതനുസരിച്ച് രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളൊക്കെ അത് പ്രകാരം രൂപം കൊണ്ടതാണ്. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം അഥവാ ബ്യൂറോക്രസി. ജനക്ഷേമം ലക്ഷ്യമിട്ട് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് വാർത്തകളിലുള്ളത്.
അപ്പോൾ വാർത്തകൾ എന്തൊക്കെ? സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു, നെൽകൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ സഹായം, വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്തു, നികുതി പിരിവിന് പ്രാദേശിക ക്യാമ്പുകൾ. ഈ സേവനങ്ങൾ ജനങ്ങൾക്കായി ലഭ്യമാക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകിയിരിക്കുന്നു. പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തിനും രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ധാരാളം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് രാഷ്ട്രം പുരോഗമിക്കുന്നത്. ഇവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അവ എന്തെല്ലാമെന്ന് നോക്കാം. ശ്രേണീപരമായ സംഘാടനം. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. ഇത് ശ്രേണീപരമായ സംഘാടനം എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവ. അപ്പോൾ ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. അപ്പോൾ ഇതാണ് ശ്രേണീപരമായ സംഘാടനം എന്നറിയപ്പെടുന്നത്. സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഈ സവിശേഷതകളാണ് ഭരണം സുഗമവും കാര്യക്ഷമവുമാക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഈ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണിത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം സൂചിപ്പിക്കുന്ന ചാർട്ട് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ മൂന്നായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ തിരിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസിന് കീഴിൽ വരുന്ന ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS. കേന്ദ്ര സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എക്സെട്ര. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ എക്സെട്ര. അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിന് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് UPSC. കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. അപ്പോൾ IAS പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ PSC സംസ്ഥാന സർവീസിലേക്കുള്ള എക്സാം നടത്തുന്നു. പിന്നെ കേന്ദ്ര സർവീസിലേക്ക് നടത്തുന്ന SSC എക്സാമൊക്കെ റെയിൽവേ എക്സാമൊക്കെ കേന്ദ്ര സർവീസിലേക്കുള്ളതാണ്.
അപ്പോൾ നിങ്ങൾക്കും കളക്ടറാകാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുക. ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാല ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, അതായത് PSC. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ UPSCയും PSCയും ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണിപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാം നമുക്ക്? ഭരണ നവീകരണം. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ പരിചയപ്പെടാം. ഗവേണൻസ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. APJ അബ്ദുൽ കലാം. ഗവേണൻസിനെ കുറിച്ച് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗവേണൻസ് എന്നാൽ സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതിയാണ്. ഗവേണൻസ് എല്ലാവർക്കും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിന് സഹായകമായി. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെന്ന് പരിശോധിക്കാം. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഗവേണൻസിന്റെ മേന്മകൾ. അതായത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അക്ഷയ കേന്ദ്രം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അപ്പോൾ ഗവേണൻസിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രം. ഇതിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണിത്. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യമാണ്. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അടുത്തത്, ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇത് എല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. സാക്ഷരത വ്യാപകമാകുന്നതോടെ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാം. അടുത്തത്, അറിയാനുള്ള അവകാശം. റൈറ്റ് ടു ഇൻഫർമേഷൻ. വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി. നമ്മൾ ഫസ്റ്റ് പേജിൽ വിവരാവകാശ അപേക്ഷ കണ്ടു. അതിനുള്ള മറുപടിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രേക്ഷിതൻ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം. കർത്താവ് ശ്രീ സുരേഷ് കുമാർ. അപ്പം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. ലൈബ്രറിയുടെ പ്രവർത്തന സമയം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം നിയമിക്കപ്പെട്ട ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ കണക്ക്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിവരാവകാശത്തിലൂടെ ഏത് കാര്യത്തിനും വിവരം നേടാമെന്നാണ് പറയുന്നത്. അപ്പോൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ വിവരാവകാശ നിയമം, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് 2005 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ്
സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ പ്രവർത്തിച്ച സംഘടന. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു. വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. അപ്പോൾ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ചിട്ട് PSC ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലും ഉണ്ടാകും. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ 10-ൽ കവിയാത്ത അംഗങ്ങളുമാണ് ഒരു വിവരാവകാശ കമ്മീഷനിലുള്ളത്. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനധികം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരുകയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ എത്രയാണ് വിവരാവകാശ കമ്മീഷൻ എന്നുള്ള പിഴ ശിക്ഷ എത്രയെന്ന് എമൗണ്ട് എത്രയെന്നൊക്കെ ചോദിക്കാം. 250 രൂപ വരെയാണ്. അത് 25,000 വരെ ആണ് അതിന് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ കമ്മീഷനിലൂടെ ലഭിക്കുന്നതെന്ന് നോക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽപ്പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിനുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ എല്ലാ വിവരങ്ങളും ലഭിക്കില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, അതായത് പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസിലെ വിവരങ്ങളൊന്നും കൈമാറാൻ പറ്റില്ല. അതുപോലെ ഒരാളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ കൈമാറാൻ സാധിക്കില്ല. ഇനി അടുത്തത് സേവനം, അവകാശം. സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ബോർഡാണിത്. സേവനാവകാശ നിയമം. അതാണ് പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനനത്തീയതി തിരുത്തൽ, SSLC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഡ്യൂപ്ലിക്കേറ്റ്, ആ പരീക്ഷാ ഭവൻ അവിടെ ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരമാണിത്. ഏതൊക്കെ സേവനങ്ങൾ സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന്
മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് നോക്കാം. പൊതുജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന സേവനം കൃത്യമായി ലഭിക്കുന്നതിന് സേവനാവകാശ നിയമം സഹായകമാണോ? അപ്പോൾ സേവനാവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതുസമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് നോക്കാം. ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാല്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അറിയിപ്പ്. ഈ ഓഫീസിന്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നു താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക. ഇങ്ങനൊരു ബോർഡ് എല്ലാ ഗവൺമെന്റ് ഓഫീസിലും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. അപ്പോൾ അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ 1964 വന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതിയും നിലവിലുണ്ട്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പറയുന്നത് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു. വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അടുത്തത് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് കണ്ടല്ലോ. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിന്റെ ഭാഗമാണെന്ന് കണ്ടല്ലോ. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സേവനങ്ങൾ
വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും സർക്കാർ സേവനം ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പൊതുഭരണം പ്രാധാന്യം, ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ നവീകരണം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം പറയുന്നത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഭരണ നവീകരണത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ഗവേണൻസ്, വിവരാവകാശ കമ്മീഷൻ, സേവനാവകാശം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ എന്നീ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ ഓംബുഡ്സ്മാൻ, വിജിലൻസ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ലോകായുക്ത, ലോക്പാൽ നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നമസ്കാരം.